ഭരണം പിടിക്കാനുള്ള ബിജെപി നീക്കത്തിനിടെ മണിപ്പൂരിലെ രാഷ്ട്രീയ നാടകം തുടരുന്നു. ബിജെപി അവകാശവാദം ഉന്നയിച്ചതിന് പിന്നാലെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ കോൺഗ്രസിനെ സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ ക്ഷണിച്ചു. ശനിയാഴ്ചയ്ക്കകം സഭയിൽ കോൺഗ്രസ് ഭൂരിപക്ഷം തെളിയിക്കണം. അതേസമയം ഗോവ മുഖ്യമന്ത്രിയായി മനോഹർ പരീക്കർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി മനുശങ്കർ ദില്ലിയിൽ നിന്ന്. മൂന്നാറിൽ പരിസ്ഥിതി നിയമം ലംഘിച്ച എല്ലാ കെട്ടിടങ്ങളും പൊളിച്ചു നീക്കണമെന്ന് നിയമസഭ പരിസ്ഥിതി സമിതി. പരിസ്ഥിതി പരിപാലന അതോറിറ്റി രൂപീകരിക്കുന്നവരെ നിർത്തിവെക്കണം എന്നാണ് ആവശ്യം. കാർഷിക ആവശ്യങ്ങൾക്ക് നൽകിയ ഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചുവെങ്കിൽ പട്ടയങ്ങൾ റദ്ദാക്കണം. എന്നാൽ വീടുകൾ നിർമ്മിക്കുന്നതിന് തടസ്സമില്ലെന്നും പരിസ്ഥിതി സമിതി ആവശ്യപ്പെട്ടു. എറണാകുളത്ത് CA വിദ്യാർത്ഥിയായ മിഷേൽ ഷാജിയുടെ മരണം ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘം അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പരാതി സ്വീകരിക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കും. ഇത്തരം സംഭവങ്ങളിൽ പ്രതികൾ എത്ര ഉന്നതരായാലും പിടികൂടുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. എന്നാൽ സംസ്ഥാനത്ത് നടക്കുന്ന കൊലപാതകങ്ങളെ ആത്മഹത്യയാക്കാൻ പോലീസ് ശ്രമിക്കുന്നതായി പ്രതിപക്ഷം ആരോപിച്ചു. എറണാകുളം പിറവത്ത് CA വിദ്യാർത്ഥിയായ മിഷേൽ ഷാജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരമനുസരിച്ച് മാർച്ച് 6-ാം തീയതിയാണ് ബന്ധുക്കൾ പരാതി നൽകിയത്. പരാതി സ്വീകരിക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു. നിലവിൽ ലോക്കൽ പോലീസ് അന്വേഷിക്കുന്ന കേസ് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘത്തെക്കൊണ്ട് അന്വേഷിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇപ്പോൾ ഉള്ള റിപ്പോർട്ട് അനുസരിച്ച് 6-ാം തീയതി മാത്രമേ എത്തിയിട്ടുള്ളൂ. ഈ കാര്യമടക്കം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന നില സ്വീകരിക്കാം. അഥവാ ഏതെങ്കിലും തരത്തിലുള്ള ലാഘവ നില പോലീസിന്റെ ഭാഗത്തുണ്ടായെങ്കിൽ അതിനുത്തരവാദികളായവരുടെ മേലെ കനത്ത നടപടികളും വരും. ഒരു വിട്ടുവീഴ്ചയും ഈ കാര്യത്തിൽ കാണിക്കില്ല. ഇത്തരം സംഭവങ്ങളിൽ പ്രതികൾ എത്ര ഉന്നതരായാലും പിടികൂടും. പോലീസിൽ നിന്നും ലാഘവത്വമുണ്ടായാൽ ശക്തമായ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി മറുപടിയിൽ വ്യക്തമാക്കി. എന്നാൽ മിഷേലിന്റേത് ആത്മഹത്യയെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതായി അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ അനൂപ് ജേക്കബ് ആരോപിച്ചു. പരാതി സ്വീകരിക്കുന്നതിൽ പോലും എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലെ പോലീസുകാരിൽ നിന്നും വീഴ്ചയുണ്ടായി എന്നും അദ്ദേഹം ആരോപിച്ചു. 18 വയസ്സാൾ പെൺകുട്ടിയെ കാണാനില്ല എന്നുള്ള പരാതിയാണ് സാർ അവിടെ ഇവരുടെ മാതാപിതാക്കൾ മുമ്പോട്ട് വെച്ചത്. അവിടെയാണ് പോലീസ് പറഞ്ഞത് നിങ്ങൾ പോയി രാവിലെ വരൂ. സാർ ഇതാണോ സാർ ഇവിടുത്തെ പോലീസിന്റെ ശുഷ്കാന്തി? ഇങ്ങനെയാണോ സാർ ഒരു പോലീസ് പ്രവർത്തിക്കേണ്ടത്? മുഖ്യമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിനുള്ള അനുമതി സ്പീക്കർ നിഷേധിച്ചു. സംസ്ഥാനത്ത് നടക്കുന്ന കൊലപാതകങ്ങൾ ആത്മഹത്യയാക്കാൻ പോലീസ് ശ്രമിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. നിയമസഭയിൽ നിന്നും എസ് ഷീജ. കൊച്ചിയിൽ CA വിദ്യാർത്ഥിനി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ അയൽവാസിയായ യുവാവിനെ ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. ഇയാൾ പെൺകുട്ടിയെ നിരന്തരമായി ശല്യം ചെയ്തിരുന്നുവെന്ന് ചോദ്യം ചെയ്യലിൽ പോലീസിനോട് സമ്മതിച്ചു. അതേസമയം പെൺകുട്ടിയെ പിന്തുടരുന്ന രീതിയിൽ CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞ 2 പേരെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഇതിനിടെ വിദ്യാർത്ഥിനിയുടെ മരണത്തിലെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട സർവകക്ഷി സംഘം പിറവത്ത് നാളെ ഹർത്താലിന് ആഹ്വാനം ചെയ്തു. സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പദ്ധതികളിൽ നിർവഹണം തുടങ്ങിയതിന്റെ ഫണ്ട് അടുത്ത വർഷത്തേക്ക് കൂടി നൽകുമെന്ന് ധനമന്ത്രി ഡോക്ടർ TN തോമസ് ഐസക് നിയമസഭയെ അറിയിച്ചു. സ്ത്രീകൾക്ക് നേരെയുണ്ടായ അതിക്രമ കേസുകളിൽ 7152 എണ്ണത്തിൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചതായി ഒരു ചോദ്യത്തിന് മറുപടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയെ അറിയിച്ചു. പോലീസ് സേനയുടെ അംഗബലം വർദ്ധിപ്പിക്കാനുള്ള പ്രപ്പോസൽ സർക്കാരിന്റെ പരിഗണനയിലാണ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംവിധായകൻ ദീപൻ അന്തരിച്ചു. വൃക്ക രോഗത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സംസ്കാരം നാളെ തിരുവനന്തപുരത്ത്. പുതിയ മുഖം, ലീഡർ, ഡി കമ്പനി തുടങ്ങിയ സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. മറുനാട്ടിലാണെങ്കിലും ഹോളി ആഘോഷത്തിന് ഒരു മാറ്റം കുറയ്ക്കാൻ തയ്യാറല്ല കോഴിക്കോട്ടെ മാർവാടി സമാജം അംഗങ്ങൾ. നിറങ്ങൾക്കൊപ്പം അലിഞ്ഞു ചേരുകയാണ് ഇവരുടെ ആഘോഷം. പരസ്പരം വാരിത്തേച്ചും പാട്ടുപാടിയും നൃത്തമാടിയും ഹോളി ദിനത്തിൽ ആഘോഷം പങ്കുവയ്ക്കുകയാണ് ഇവർ. കോഴിക്കോട് കോട്ടൂളിയിലെ മാർവാടി സമാജമാണ് ഹോളി ആഘോഷം സംഘടിപ്പിച്ചത്. കേരളത്തിലാണെങ്കിലും ഹോളി ആഘോഷത്തിന് ഒരു കുറവും വരുത്താൻ ഇവർ തയ്യാറല്ല.
അതുകൊണ്ട് തന്നെ രാവിലെ തുടങ്ങുന്ന ആഘോഷ പരിപാടികൾ രാത്രി വരെ നീണ്ടുനിൽക്കും. കുഞ്ഞുകുട്ടികൾ മുതൽ പ്രായമായ ആളുകൾ വരെ പാട്ടിനൊത്ത് നൃത്തം വയ്ക്കുകയും പരസ്പരം നിറം വാരി വിതറുകയും ചെയ്യുന്നു. സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ഒരു കുഞ്ഞു ലോകം നിറങ്ങൾക്കൊപ്പം കോർത്തിണക്കി മനോഹരമാക്കുകയാണ് ഇവർ. എണ്ണങ്ങളും സന്തോഷങ്ങളും വാരി വിതറി ഹോളി ആഘോഷിക്കുകയാണ് ഇവർ. വരാനിരിക്കുന്ന വസന്തകാലത്തെ വരവേൽക്കുക കൂടെയാണ് ഈ ഹോളി ആഘോഷം. ക്യാമറമാൻ RK ഫിറോഷിനൊപ്പം മേഘമാധവൻ, കോഴിക്കോട്. VM സുധീരന്റെ രാജി സ്വമേധയാ അല്ലെന്നും ഹൈക്കമാൻഡ് രാജിവെപ്പിച്ചതാണെന്നും വെള്ളാപ്പള്ളി നടേശൻ. സുധീരനെ മാറ്റുന്ന കാര്യം സോണിയാഗാന്ധിയും ഉമ്മൻചാണ്ടിയും തമ്മിൽ നേരത്തെ ധാരണയിലെത്തിയതാണെന്നും സുധീരൻ തുടർന്നാൽ കോൺഗ്രസ് പാതാളത്തിലാകുമെന്ന് കേന്ദ്രത്തിന് മനസ്സിലായെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ജിഷ വധക്കേസിൽ രഹസ്യ വിചാരണ നടത്താൻ കോടതി തീരുമാനം. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് തീരുമാനം. കേസിൽ ഇന്ന് സാക്ഷി വിസ്താരം തുടങ്ങാനിരിക്കെ രഹസ്യ വിചാരണ നടത്തുന്നതാണ് ഉചിതമെന്ന് കോടതി നിരീക്ഷിച്ചു. പ്രതിഭാഗം ഇതിനെ എതിർത്തു. എന്നാൽ സാക്ഷികളുടെ സ്വകാര്യതയും മറ്റും കണക്കിലെടുത്ത് രഹസ്യ വിചാരണ നടത്താൻ കോടതി തീരുമാനിക്കുകയായിരുന്നു. ഒന്നാം സാക്ഷിയും കുറുപ്പമ്പടി പഞ്ചായത്ത് അംഗവുമായ PK അനസിനെയാണ് ഇന്ന് വിസ്തരിക്കുന്നത്. നാളെ ജിഷയുടെ അമ്മ രാജേശ്വരിയെ വിസ്തരിക്കും. നടിയെ ആക്രമിച്ച കേസിൽ പ്രതികളായ പൾസർ സുനി, വിജീഷ് എന്നിവരുടെ ജാമ്യാപേക്ഷ ആലുവ കോടതി ഇന്ന് പരിഗണിക്കും. തെളിവെടുപ്പും ചോദ്യം ചെയ്യലും പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കണം എന്നാണ് പ്രതിഭാഗത്തിന്റെ ആവശ്യം. ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർക്കും. വാളയാറിൽ പീഡനത്തിന് ഇരയായ സഹോദരിമാർ മരിച്ച കേസിൽ പ്രതികളെ കസ്റ്റഡിയിൽ വേണമെന്ന അന്വേഷണ സംഘത്തിന്റെ അപേക്ഷ നാളെ കോടതി പരിഗണിക്കും. പാലക്കാട് ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ അപേക്ഷയിൽ പ്രതികളെ 4 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണം എന്നാണ് പോലീസ് ആവശ്യപ്പെട്ടത്. റിമാൻഡിലുള്ള 4 പ്രതികളെയും നാളെ ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചു. അതേസമയം മരണം കൊലപാതകമാണ് എന്നതിന്റെ സൂചനകളൊന്നും പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. പാലക്കാട് നർക്കോട്ടിക് സെൽ DYSP MJ സോജന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്.